Hello dears, welcome back to ISK Easy English. Okay dear friends, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹൗ ടു കൺസ്ട്രക്ട് സിമ്പിൾ സെന്റൻസസ് എന്ന ടോപ്പിക്കിൽ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായും കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെന്റൻസിന്റെ പാറ്റേൺ ആണ്. കാരണം നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് SV എന്ന് പറയുന്ന സിമ്പിൾ പാറ്റേൺ, വളരെ ലളിതമായിട്ടുള്ള, നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞ ഏറ്റവും സിമ്പിൾ പാറ്റേൺ ആണ് SV എന്നുള്ളത്. അപ്പോൾ ആ സിമ്പിൾ പാറ്റേൺ, ജസ്റ്റ് വൺ പാറ്റേൺ, ഒരു പാറ്റേൺ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് SV, സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ഉപയോഗിച്ചു, അതുപോലെ തന്നെ മെയിൻ വെർബ്, അതുപോലെ ഓക്സിലറി വെർബ് ഉപയോഗിച്ച സെന്റൻസുകളാണ് നമ്മൾ പറഞ്ഞത്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. I write, she drinks, they come, they win. അതുപോലെ തന്നെ he is walking, they are coming, we are going. ഈ രീതിയിലുള്ള സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബും അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബും. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു സെന്റൻസ് പാറ്റേൺ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. അതായത് എങ്ങനെയാ സാധാരണ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്ത് ചെയ്താണ് വാചകങ്ങളെ നെഗറ്റീവ് ആക്കാറുള്ളത്? നമുക്കറിയണ്ടായിരിക്കും. സിമ്പിൾ മെത്തേഡാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്, നമുക്ക് അറിയുന്ന രീതി. നോട്ട് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബിന്റെ കൂടെ വെറുതെ അങ്ങോട്ട് നോട്ട് ചേർത്താൽ പോരാ. ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്ത് ചെയ്യാം. ഉദാഹരണത്തിന് ഐ കം എന്നാണെങ്കിൽ, ഇപ്പോൾ ഐ കം എന്ന ഒരു സെന്റൻസ്, ഞാൻ വരുന്നു, ഇത് ബോർഡിൽ എഴുതിയിട്ട് നെഗറ്റീവ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയോളം കുട്ടികളും ചെയ്യും ഐ നോട്ട് കം. അവർ ജസ്റ്റ് നോട്ട് ആഡ് ചെയ്യും. അപ്പൊ എല്ലാ കുട്ടികൾക്കും നോട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്, കുട്ടികൾക്കല്ല എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകുന്നു. പക്ഷെ എന്നാൽ പ്രോപ്പർ ആയിട്ട് എങ്ങനെ നോട്ട് ആഡ് ചെയ്യണം, ശരിയായ രീതിയിൽ എങ്ങനെയാ ശരിക്കും നോട്ട് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം, സബ്ജക്റ്റിന്റെ കൂടെയാണോ, വെർബിന്റെ കൂടെയാണോ, അതല്ല വേറെ എന്തിന്റെ കൂടെയാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്? ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് അതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നിങ്ങൾ ഓക്സിലറി വേർബ്സ് കേട്ടിട്ടുണ്ടോ, അതോ നിങ്ങൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് കേട്ടിട്ടുള്ളത്? ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാലും ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇതിന്റെ മലയാളമാണ് സഹായക ക്രിയ എന്ന് മലയാളത്തിൽ പറയും. കേട്ടിട്ടുണ്ടായിരിക്കും സഹായക ക്രിയ, അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് ഏതൊക്കെയാണെന്ന് എന്റേതായ ഒരു പാറ്റേണിൽ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന രീതി, ഞാൻ പറയുന്ന ക്രമം. അത് ഞാൻ ആദ്യം പറയുന്നത് ബി ഫോംസ് ആണ്. ബി ഫോംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈസ്, ആറ്, ആം, പ്രസന്റിൽ വരുന്ന ബി ഫോംസ്. വാസ്, വേർ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിലാണ്. മൊത്തത്തിൽ പറയാം, ഈസ്, ആറ്, ആം, വാസ്, വേർ. ബി ഫോംസിൽ 5 എണ്ണം. അതായത് ബി എന്നുള്ളതും ബീനും ബീങ്ങും ഇവിടെ ഞാൻ പറയുന്നില്ല. ഈസ്, ആറ്, ആം, വാസ്, വേർ. ഇനി നെക്സ്റ്റ് ഞാൻ ഡു ഫോംസ് ആണ് പറയുന്നത്. ഡു ഫോംസ്, ഡു എന്നുള്ളത് ഡു ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കും, മെയിൻ വെർബായിട്ടും ഉപയോഗിക്കും. അപ്പൊ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്ന ഡു എന്നുള്ളതിന്റെ രൂപങ്ങൾ ഏതൊക്കെയാ? ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് പ്ലൂറലിന്റെ ഡു, സിംഗുലറിന്റെ ഡസ്, പാസ്റ്റിന്റെ ഡിഡ്. എന്നാൽ ഇതിന്റെ വെർബിന്റെ ഒരു മൂന്നാമത്തെ രൂപമുണ്ട്, ഒരു തേർഡ് ഫോം ഉണ്ട് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. തൽക്കാലം ഞാനത് പറയുന്നില്ല. അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് ആരായിക്കോട്ടെ, അറിയുന്ന ആളുകൾ. അപ്പൊ ഈ വീഡിയോ കാണുന്ന അറിയുന്ന ആളുകൾ, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡു എന്നുള്ളതിനെ ആസ് എ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മൂന്നാമത്തെ രൂപം ഡു, ഡിഡ്. വാട്ട് ഈസ് ദ തേർഡ് ഫോം ഓഫ് ദ വെർബ് ഡു? അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡു എന്നുള്ളത് ഓക്സിലറി വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന രൂപങ്ങൾ. ഡു എന്നുള്ളത്
അതുപോലെ തന്നെ അതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള രൂപം ഡസ് എന്നുള്ളത് ES ആഡ് ചെയ്തത് ഡു എന്നുള്ളതിൻ്റെ കൂടെ ES ആഡ് ചെയ്തിട്ട് അതിൻ്റെ സിംഗുലർ ഫോം ഉണ്ടാക്കിയതാണ് ഡസ്. അതിൻ്റെ പാസ്റ്റ് രൂപമാണ് ഡിഡ്. നമുക്ക് നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഹാവ് ഫോംസ് ആണ്. ഹാവ് ഫോംസ് ഹാവും ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, മെയിൻ വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഹാവ് എന്നുള്ളതിൻ്റെ സിംഗുലർ ഫോമാണ് ഹാസ്. സിംഗുലർ ഫോമാണ് ഹാസ്. അതിൻ്റെ V2 ആണ് ഹാഡ്. അപ്പൊ ഇതാണ് ഹാവ് ഫോംസ്. ഒരു പ്രാവശ്യം പറയാം. ഹാവ്, ഹാസ്, ഹാഡ്. ഹാവിനും ഹാസിനും അർത്ഥം ഉണ്ട് എന്നാണ്. ഹാവ് എന്നുള്ളത് പ്ലൂരലും ഹാസ് എന്നുള്ളത് സിംഗുലറും. ഹാഡ് എന്നുള്ളത് ഹാവിൻ്റെയും ഹാസിൻ്റെയും V2 ആണ്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഏതാനും മോഡൽ ഓക്സിലറീസ് ആണ്. അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി പ്രൈമറി ഓക്സിലറീസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡൽ ഓക്സിലറീസ്. ജസ്റ്റ് ഞാനൊന്ന് പറയാം, പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. അതുപോലെ തന്നെ യൂസ്ഡ് ടു, ഓട്ട് ടു. ഇനി നീഡും ഡയറും ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, തൽക്കാലം ഇത്രയും ഓക്സിലറി വേർബ്സ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഈസ്, ആറ്, ആം, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു. നോക്കുക, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മളൊരു സെന്റൻസിൽ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് എ സെന്റൻസ് നെഗറ്റീവ്. ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചെയ്യാം, നോട്ട് ചേർക്കാം. അപ്പൊ ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. എക്സാമ്പിൾ, ഹി ഈസ് എ ഡ്രൈവർ. അതിൽ ഈസ് ആണ് ഓക്സിലറി വെർബ്. അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ, നോട്ട് ചേർക്കുക. അപ്പൊ ഹി ഈസ് നോട്ട് എ ഡ്രൈവർ, ഹി ഈസ് നോട്ട് എ ഡ്രൈവർ, ഹി ഈസ് നോട്ട് എ ഡ്രൈവർ. ഇനി ഐ ആം എ ടീച്ചർ. ആം എന്നുള്ളത് ഓക്സിലറി വെർബാണ്. ഐ ആം നോട്ട് എ ടീച്ചർ, ഐ ആം നോട്ട് എ ടീച്ചർ. They are students, they are students. എങ്ങനെ നെഗറ്റീവ് ആക്കാം, ഓക്സിലറി വെർബ് ഏതാ, ആറ് അല്ലെ, നിങ്ങൾ കണ്ടെത്തിയല്ലോ. ആർ എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ആറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചേർക്കുക. ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. ഇത് ഈസിയാണ്. ഇനി ഞാൻ ഈ സെന്റൻസ് പറയാം. ഐ കം. ഐ കം എന്നുള്ളത് എങ്ങനെ നെഗറ്റീവ് ആക്കും? അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഐ എന്നുള്ളത് ഓക്സിലറി വെർബാണോ? അല്ല. കം എന്നുള്ളത് ഓക്സിലറി വെർബാണോ? അതും ഓക്സിലറി വെർബ് അല്ല, വെർബാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോ ഓക്സിലറി വെർബ് വരാത്ത കേസിൽ ഐ കം എന്നുള്ളതിനെ ആം നോട്ട് കം എന്നാക്കാൻ പറ്റില്ല, അത് ശരിയല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്തരം സെന്റൻസുകളില് നമ്മൾ വെർബിനെ ശ്രദ്ധിക്കാം. ഇവിടുത്തെ വെർബ് ഏതാ, കം എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, കം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. വെർബിന് 3 രൂപങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാ, V1 ഒന്നാമത്തെ രൂപം, V2 രണ്ടാമത്തെ രൂപം, പിന്നെ V3 മൂന്നാമത്തെ രൂപം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ് രൂപം, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ്, V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് V3. അപ്പൊ ഇങ്ങനെ 3 രൂപമുണ്ട്. അപ്പൊ നമുക്ക് കം എന്നുള്ളതിന്റെ 3 രൂപങ്ങൾ നോക്കിയാലോ. കം എന്നുള്ളതിന്റെ ഒന്നാമത്തെ രൂപം കം, രണ്ടാമത്തെ രൂപം കെയിം, മൂന്നാമത്തെ രൂപം കം, കം തന്നെ. ഇനി ഒരു കാര്യം, അപ്പൊ ഇതാണ് 3 രൂപങ്ങൾ വരുന്നത്. ഇനി കം എന്നുള്ളതിന്റെ സിംഗുലർ ഫോം ഏതാ, എങ്ങനെയാ ഒരു വെർബിനെ അതിന്റെ സിംഗുലർ രൂപത്തിലേക്ക് മാറ്റുക, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യാം. അപ്പൊ കം എന്നുള്ളതിന്റെ സിംഗുലർ ഫോമാണ് കംസ്. കം എന്നുള്ളതിന്റെ സിംഗുലർ ഫോമാണ് കംസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. വെർബിന്റെ ഒന്നാമത്തെ രൂപം കം പ്ലൂറലാണ്, സിംഗുലർ കംസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപം കെയിം എന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപം ഏതാ,
കം എന്നുള്ള മൂന്നാമത്തെ രൂപം കം എന്നുള്ളത് തന്നെയാണ്. 1ഉം 3ഉം സെയിം ആണ്. അത് നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടത് ഒന്നാമത്തെ രൂപം സിംഗുലർ അറിയണം, ഒന്നാമത്തെ രൂപം എന്ത് ചെയ്യണം, പ്ലൂരലും അറിയണം, പിന്നെ രണ്ടാമത്തെ രൂപം. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വെർബിന്റെ ഒന്നാമത്തെ രൂപം പ്ലൂരൽ വരികയാണെങ്കിൽ നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഡു എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യാം, നോട്ട് ചെയ്യാം കേട്ടോ. അതല്ല ഒന്നാമത്തെ രൂപം സിംഗുലർ ആണ് വരുന്നെങ്കിൽ ഡസ് ചേർക്കണം, അല്ലെ? അതായത് ഒന്നാമത്തെ രൂപം സിംഗുലറിൽ എസ് ഉണ്ടായിരിക്കില്ലേ, എസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡസ് ചേർക്കുക. അതല്ല രണ്ടാമത്തെ രൂപമാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഡിഡ് ചേർക്കുക രണ്ടാമത്തെ രൂപമാണെങ്കിൽ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഐ കം വെർബിന്റെ എത്രാമത്തെ രൂപ, ഒന്നാമത്തെ രൂപം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ രൂപമാണ് നിങ്ങൾ കൺഫ്യൂഷൻ, മൂന്നാമത്തെ രൂപമാണെന്ന് കരുതണ്ട. കം കേം കം, അതായത് മൂന്നാമത്തെ രൂപം ഉപയോഗിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറും കേട്ടോ. നമുക്ക് തുടർന്ന് വീഡിയോസിൽ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐ കം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ രൂപമാണ്. ഒന്നാമത്തെ രൂപം പ്ലൂരൽ ആണത്, കാരണം അതിന്റെ അവസാനം എസ് ഇല്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡു ചേർക്കണം. ഐ ഡു നോട്ട് കം, ഐ ഡു നോട്ട് കം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഷീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ് അവൾ എഴുതുന്നു. ഇവിടുത്തെ വെർബ് ഏതാ, റൈറ്റ്സ് എന്നുള്ളതാണ് വെർബ്, റൈറ്റ്സ്. ഈ റൈറ്റ്സ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക, എത്രാമത്തെ രൂപ റൈറ്റ്സ്, എത്രാമത്തെ രൂപ, ഒന്നാമത്തെ രൂപം സിംഗുലർ ആണ്. ഓക്കെ ആണല്ലോ അല്ലെ, ഒന്നാമത്തെ രൂപം സിംഗുലർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡസ് ചേർക്കണം, ഡസ് നോട്ട്. അപ്പൊ ഷീ ഡസ് നോട്ട്. ഇനി ശ്രദ്ധിക്കുക, റൈറ്റ്സിലെ എസ് ഒഴിവാക്കണം. നമ്മളിവിടെ സിംഗുലറിന്റെ ഡസ് ചേർത്ത് കഴിഞ്ഞാൽ വെർബിനെ നമ്മൾ പ്ലൂറൽ ആക്കിയിട്ട് എഴുതണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഷീ ഡസ് നോട്ട് റൈറ്റ്, ഷീ ഡസ് നോട്ട് റൈറ്റ്. അടുത്തൊരു എക്സാമ്പിൾ ആണ് രാമു ഡ്രിങ്ക്സ്, രാമു ഡ്രിങ്ക്സ്, രാമു കുടിക്കുന്നു, ടീ ആയിക്കോട്ടെ, രാമു ഡ്രിങ്ക്സ്. ഞാനിവിടെ ഒബ്ജക്റ്റ് പറയാത്തത് നമ്മൾ ആ പാറ്റേണിക്ക് വരുന്നുള്ളൂ. നമ്മളിപ്പോ സബ്ജക്റ്റും വെർബും അല്ല, അതാണ് ഞാൻ ഒബ്ജക്റ്റ് പറയാത്ത കേട്ടോ. അപ്പൊ രാമു ഡ്രിങ്ക്സ്, ഇവിടുത്തെ വെർബ് ഏതാ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ രാമു എന്നുള്ളതാണോ വെർബ്? അല്ല, രാമു സബ്ജക്റ്റ് ആണല്ലേ. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഡ്രിങ്ക്സ് എന്നുള്ളതാണ്. ഡ്രിങ്ക്സ് എത്രാമത്തെ രൂപ? ഡ്രിങ്ക്സ് എന്നുള്ളത് ഒന്നാമത്തെ രൂപം സിംഗുലർ ആണ്, എസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡസ് ചേർക്കുന്നു. അപ്പൊ രാമു ഡസ് നോട്ട്, ഡസ് നോട്ടിന്റെ ഷോർട്ടാണ് എന്ത്, ഡസിന്റ്. രാമു ഡസിന്റ് ഡ്രിങ്ക്. കാരണം നേരത്തെ പറഞ്ഞപ്പോൾ രാമു ഡ്രിങ്ക്സ് എന്നായിരുന്നു, ആ എസ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം, കാരണം നമ്മൾ ഡസ് ചേർത്തല്ലോ. അപ്പൊ രാമു ഡസിന്റ് ഓർ ഡസ് നോട്ട് രണ്ടും പറയാം. കാരണം ഡസ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് ഡസിന്റെ ചുരുക്ക രൂപം. അപ്പൊ രാമു ഡസിന്റ് ഡ്രിങ്ക്, രാമു ചായ, രാമു കുടിക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ. ഇനിയും നമുക്ക് നെഗറ്റീവ് ആക്കാണ്ട് ഇത് വീട്ടു വരുന്ന നെഗറ്റീവ് ആക്കാണ്ട് നമ്മൾ ആ വീട്ടു കൂടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കേൾക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ടോപ്പിക്, അതായത് ഹൗ ടു മേക്ക് എ സെന്റൻസ് നെഗറ്റീവ്. പ്രത്യേകിച്ച് ഒരു SV പാറ്റേണിൽ വരുന്ന ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ആ വെർബിന്റെ ഫോം ചോദിച്ചിരുന്നു, അതായത് ഡിഡ് എന്ന വെർബിന്റെ തേർഡ് ഫോം ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാം. പുതിയതായിട്ട് കാണുന്ന ആളുകൾ, സബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.